അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു 4 ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ. 4 ഞണ്ടെന്ന് വെച്ചാൽ ഒരെണ്ണം പുഴയിലെ ഞണ്ടാണ് വലുത്, ബാക്കി 3 എണ്ണം കടൽ ഞണ്ടാണ്. ഇവരെങ്ങനെ മീറ്റ് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു മീൻകാരൻ്റെ നിന്ന് കിട്ടിയതാണ്. 4 ആളെയും കൂടി കിട്ടി. അപ്പം ജസ്റ്റ് അതൊന്ന് നമ്മൾ നല്ല വെള്ളത്തിലൊഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം വെള്ളം ചൂടാകുമ്പോഴത്തേനും കളർ മാറും, ഞണ്ടിൻ്റെ കളർ മാറും, നല്ല റെഡ് കളറായി മാറും. അപ്പോൾ ഒരു ഫാമിലി പോലെ തോന്നി കണ്ടപ്പോൾ. അച്ഛനമ്മ 2 കുട്ടികൾ. കാരണം ഒരാൾ വലുതാണ്, അതിനേക്കാളും ചെറുതാണ് അടുത്ത ആൾ, പിന്നെ അതിലും ചെറിയ 2 കുട്ടികളാണ് പിന്നത്തോര്. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ നമ്മളത് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്, അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര തന്നെയുള്ള വലിപ്പം, 10 കാലും 4 പീസുകളും അത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേണം. ചെറിയ കഷ്ണം ഒരു സവാള എടുത്തിട്ടുള്ള, പകുതി സവാള എടുത്തിട്ടുള്ള, ഒരു മുളക്, പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, അങ്ങനെ കുറച്ച് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ഉള്ളി. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് ചതച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു ചീഞ്ചട്ടിയാണ്. ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലേക്ക് ഈ വക എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തു. അതായത് സബോള, തക്കാളി ഇല്ല കേട്ടോ, സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചെറിയുള്ളി അരിഞ്ഞതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതായത് ആ 4 ഞണ്ടിലേക്ക് ആവശ്യമുള്ള മസാല എത്രയാണെന്ന് നോക്കിയിട്ട് ഒക്കെ ഒരു മനക്കണക്കാണല്ലോ. എനിക്ക് അങ്ങനെ കണക്ക് പറയാൻ അറിയില്ല, എത്ര സ്പൂണ് എത്ര ടീസ്പൂണൊന്നും പറഞ്ഞാൽ അറിയൂടെ. നമ്മളങ്ങനെ ചെയ്ത് ശീലിക്കാത്ത കാരണം നമുക്കൊരു കൈയളവ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യൽ. അത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. അത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി മതിട്ടാ, അത് കാരണം 4 ഞണ്ടുള്ളൂ, അധികത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ തക്കാളി ഇല്ല ഇതിലിടാനായിട്ട്, ഇല്ലാത്ത കാരണം ഉണ്ടെങ്കിൽ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കുക. ഈ കടൽ മീനുകൾക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അവരുടെ കയ്യിൽ ഉപ്പിൻ്റെ അംശമുണ്ട്. അപ്പം മീൻ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റപ്പായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഞണ്ട് കൂട്ടന്മാർ. അപ്പോൾ ഇവരങ്ങ് എടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഞണ്ട് കഴിക്കണമെങ്കിൽ അതിനൊരു പ്രാക്ടീസ് വേണം. ഓടിച്ചെന്നും ഞണ്ട് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വായൊക്കെ മുറിഞ്ഞു വരും, കാലൊക്കെ കടിക്കുമ്പോഴേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് ചെറുതിലേയുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കഴിക്കാം കേട്ടോ. പിന്നെ കുറച്ച് സമയം എടുക്കും ഞണ്ട് കടിച്ച് പൊളിച്ച് കഴിച്ചൊക്കെ വരാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ കാൽസ്യം റിച്ച് ഫുഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചിന്നൂസ് ഡയറീസ്. ബൈ ഫ്രം